7000 മൃതദേഹങ്ങളിൽ താങ്കളെ അസ്വസ്ഥമാക്കിയ മൃതദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 7000-ൽ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ പൊന്തി വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, വയനാട്ടിലൊരു കൊലപാതകം നടന്നത്. സ്വന്തം അമ്മ കുട്ടീനെ പ്രസവിച്ചതിന് ശേഷം കുത്തി നുറുക്കി ക്ലോസറ്റിലിട്ട് വെള്ളം ഒഴിച്ച്. അങ്ങനെ 9 മാസം കഴിഞ്ഞിട്ടാണ് പോലീസ് വിവരം അറിയുന്നത്. പോലീസ് അത് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ച്. അങ്ങനെ ഞാനും കൂടിയാണ് അറ്റൻഡർ എന്നുള്ളതൊക്കെ ഞാനാണ് അവിടെ പോയത്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കുമ്പോൾ എന്ത് വേണം വെച്ചാൽ, മലത്തിൻ്റെ ടാങ്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം തെളിവ് എടുക്കായി. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഇൽഫഡ് ഒരു ചെറിയ കുഴി വെച്ച് വെക്ക്, അങ്ങനെ അതിലൊഴിച്ചിട്ട് ചെറിയ ചാല് വെക്കുക. അപ്പോൾ ചാലിക്കൂടെ പോകുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടോ നോക്കാനാണ്. അങ്ങനെ കുറേ നേരം ഞാൻ നോക്കിയിട്ടൊന്നും അവശിഷ്ടങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ 2 ഗ്ലൗസാണ് പൊതുവെ ഇടുക. അപ്പോൾ ഞാനൊരു ഗ്ലൗസും കൂടി ഇട്ടിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് ഒഴിച്ചോളി എന്ന് പറഞ്ഞു, കയ്യിലേക്ക്. ആ കയ്യിലേക്ക് ഒഴിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ കയ്യിൽ ഈ അവശിഷ്ടങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പം 32 കഷ്ണം, അതിൽ കാലുണ്ട്, കൈയുണ്ട്, തലയോട്ടീൻ്റെ കഷ്ണമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ എപ്പോഴും നിൽക്കുന്ന സാധനം. എന്ന് വെച്ചാൽ പൊതുവെ എല്ലാത്തിനും അറപ്പുള്ള ആൾക്കാരാണല്ലോ. ഇത് പ്രത്യേകിച്ച് മലത്തിന് ടാങ്കിൽ നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു അറപ്പ് തോന്നുന്നൊരു കാര്യം. എനിക്കത് സത്യത്തിൽ അത് അറപ്പായിട്ടും തോന്നിയില്ല.